കൊല്ലംകാരൊക്കെ ഓടിവായോ, സൺഡേ ഒരു ഔട്ടിങ് പോവാം. ആദ്യം തന്നെ ഓടിപ്പോയത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ ഫ്രൂട്ട് ബേയിലാണ്. എത്രയൊക്കെ ഫ്രൂട്ട് ബേയുടെ മെനു നോക്കിയാലും ലാസ്റ്റ് ഞാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം ബ്ലൂബെറി ബെറിയപ്പിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ ഞായറാഴ്ചയായിട്ട് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. വേണ്ട നമ്മുടെ ബ്ലൂബെറി ബെറിയപ്പ് വന്നു. ഇനി എത്രയൊക്കെ റെസിപ്പീസ് അവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താലും പക്ഷേ എനിക്ക് ഈ ഒരു ബ്ലൂബെറിയുടെ ബെറിയപ്പ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ ഒരു ഷേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇന്നിനി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. പള്ളിമുക്കാരൊക്കെ ഉണ്ടോ ഇവിടെ? അപ്പോൾ പള്ളിമുക്കിൽ നിന്ന് എനിക്ക് കുറച്ച് മെറ്റേണിറ്റി വെയേഴ്സൊക്കെ മേടിക്കണമായിരുന്നു. ഡേറ്റൊക്കെ അടുത്ത് വരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വന്നത് കുറേ നാളെ ഫാസിയോലൊന്ന് കയറിയിട്ട്. ഞാൻ യൂസ്റ്റേയിലും സ്റ്റുഡിയോയിലൊക്കെ നമ്മൾ കയറാറുണ്ടെങ്കിലും ഞാൻ ഫാസിയോയിൽ അങ്ങനെ കയറാറില്ല. പക്ഷെ കയറിയപ്പം അത്യാവശ്യം കാഷ്വൽ വെയറൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് അഫോർഡബിൾ റേറ്റൊക്കെ ആണ്. പക്ഷെ ഒത്തിരി മോഡേൺ ഡ്രസ്സൊന്നുമില്ല. കാഷ്വലായിട്ട് കുർത്ത പാൻറ്റൊക്കെ നല്ല റേറ്റ് കുറവിലുണ്ടായിരുന്നു. ഞാൻ കയറി കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു. പക്ഷേ എൻ്റെ ബേബി ബം കാരണം എനിക്ക് പലതും ഓക്കെ ആയില്ല. ഇത് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വേണ്ട, അത് കുറച്ച് ടൈറ്റാണ്. ഇനിയും നമുക്ക് നമ്മുടെ കുഞ്ഞുവാവ വലുതാവാനുണ്ട്. ഞങ്ങൾ നേരെ മേളിലേക്ക് വന്നു, ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു. ഇവിടെ ജെൻസിൻ്റെ സെക്ഷനായിരുന്നേ. ഇവിടെ അത്യാവശ്യം ഇതുപോലെ തന്നെ റേറ്റ് കുറവൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുന്ന് അങ്ങനെ ഞാൻ മുമ്പ് ഷോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഫാസിയോയിൽ വരുന്നത്. അത്യാവശ്യം റേറ്റ് കുറവൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റുഡിയോ പോലെ തന്നെ കേട്ടോ. 599, 549 അങ്ങനെ ആ ഫ്ലോറിൽ തന്നെയാണ് കിഡ്സിൻ്റെ കളക്ഷൻസും. കിഡ്സിൻ്റെ കളക്ഷൻസ് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോയിലൊന്നും ഇത്ര കുഞ്ഞു പിള്ളേർക്കുള്ള ഡ്രസ്സ് ഉണ്ടോ എന്നെനിക്കറിയില്ല. ന്യൂ ബോൺസിനൊക്കെ ഉള്ളത്, ഇതൊക്കെ ന്യൂ ബോൺസിനൊക്കെ ഉള്ളതായിരുന്നു. നല്ല ചെറിയ സൈസൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു 649 ആണ് റേറ്റ്. അത്രയ്ക്കൊന്നും ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളൊക്കെ ഉണ്ട്, നല്ലതായിരുന്നു. ഇതുമൊക്കെ 650 ആണ്. എല്ലായിടത്തും ഇത്രയൊക്കെയാണോ എനിക്കറിയില്ല. ഉടനെ തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെയിറ്റ് ചെയ്യാണ്. ഇപ്പം നമുക്ക് 32 ആഴ്ച തീരാറായി. ഈ ഒരു ഡ്രസ്സ് എനിക്കിഷ്ടമായി കേട്ടോ. ഇത് 599 ആണ്. പക്ഷേ കട്ടിയില്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കുഞ്ഞു കുട്ടികളുടെ ചപ്പൽസും ക്രോക്സ് മോഡൽ ചെരുപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു. അതും അത്യാവശ്യം സ്റ്റുഡിയോയിലെ പോലെ തന്നെ കേട്ടോ. സ്റ്റുഡിയോ അതുപോലെ ആണല്ലോ ഈ ഫാസിയോ, യൂസ്റ്റ അങ്ങനെയുള്ള കടകളൊക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു ടീഷർട്ട് ആമ്പിള്ളേർക്കൊക്കെ ഇട്ടുകൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് വന്നിട്ട് 450 ആയിരുന്നു റേറ്റ്, 449. പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിലെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ. 79 റുപ്പീസിന് 2 സ്ക്രഞ്ചീസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ഒന്നും മേടിച്ചില്ല. ഞാൻ ലിപ് ബാം എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. ലിപ് ബാം എടുത്തു. പിന്നെ ഇങ്ങനത്തെ സ്ക്രഞ്ചീസൊക്കെ ഉണ്ട്, തലയിലിടുന്ന ബുഷ് ഐറ്റംസ്. പിന്നെ ആക്സസറീസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഭയങ്കര വെറൈറ്റി സാധനങ്ങളൊന്നുമില്ല. അതിന് 129 ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ കണ്ടായിരുന്നു, ഇതെനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന് ഐ തിങ്ക് 350 റുപ്പീസായിരുന്നു. പക്ഷേ നമ്മുടെ മീഷോയിലൊക്കെ അത്യാവശ്യം ഇതിലും അഫോർഡബിളായിട്ട് കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം സെക്ഷനായിരുന്നു ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ. പക്ഷേ ഞാൻ ഇപ്പം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് വേണ്ട. പിന്നെ സോക്സിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നെയിൽ പെയിൻറ്റ്സ്, പേസ്റ്റൽ കളേഴ്സും ഡാർക്ക് കളേഴ്സും എല്ലാം കൊണ്ടും കൊള്ളാം. പിന്നെ നല്ല കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ഫാസിയോ. ഞാൻ അവിടുത്തെ പയ്യൻ്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. നല്ലൊരു കൊച്ചായിരുന്നു. ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ കൊല്ലത്തിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന വി പാർക്കിലായിരുന്നു. വി പാർക്ക് വന്നു. ഞങ്ങൾ ഒന്ന് നടന്ന് നോക്കി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ അല്ലേ, തിരക്കുണ്ടായിരുന്നു. അവിടെ ഒരു ന്യൂസ് ചാനലിൻ്റെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം, ഈ ഗെയിം സെക്ഷൻ, ഇത് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി. ആളുകളൊക്കെ കുറച്ച് ഹെൽത്തി ആവട്ടെ. പിന്നെ ഞങ്ങൾ കൂടുതൽ തിരക്കായിട്ട് നിന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ സ്വന്തം കാവേലിട്ട് വന്നു. പള്ളിമുക്കിൽ എല്ലാവർക്കും അറിയായിരിക്കും, ഈ റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ്. ഞങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് സൊമാറ്റോ, സ്വിഗ്ഗി വഴിയൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. ഇന്നിപ്പം നേരിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇറങ്ങിയില്ലേ,
വന്നു. ആദ്യം ഒരു വെൽക്കം ഡ്രിങ്ക് തന്നു. ഇതൊരു ഓറഞ്ചിൻ്റെ ഒരു ചെറിയൊരു ജ്യൂസായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ മെനു പഠിക്കാൻ തന്നെ കുറച്ച് നേരം എടുക്കും. അത് 15 മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. ആദ്യം നമുക്ക് കുറച്ച് കോംപ്ലിമെൻ്ററി സാലഡ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊള്ളാം, നല്ലതായിരുന്നു. നമ്മളവിടെ ഓർഡർ ചെയ്തത് ടർക്കിഷ് SHISH അങ്ങനെ ഒരു സാധനമായിരുന്നു കേട്ടോ. പക്ഷേ സത്യം പറയാലോ, അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇത്രയും കഴിക്കുമെന്ന് ഡൗട്ടായിരുന്നു. പക്ഷേ മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിരുന്നു. ആ ഡിപ്പ് കണ്ടോ, ആ ഡിപ്പാണ് ഇതിൽ ഏറ്റവും അടിപൊളി. വേറെ ഒന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോയി. അപ്പോൾ എങ്ങനെ എല്ലാവരും ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.